മൈഥിലി രചന മുകുന്ദനുണ്ണി അമ്പാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മാർക്കറ്റിലെ തിരക്കിനിടയിൽ ആരോ തന്റെ ദേഹത്ത് മനഃപൂർവ്വം ഉരസുന്നുണ്ടെന്ന് മനസ്സിലാക്കി മൈഥിലി തിരിഞ്ഞു നോക്കി. അവളൊന്ന് ഞെട്ടി. ചുവന്ന കണ്ണുകളും കറ പിടിച്ച പല്ലുമായി അയാൾ അവളെ നോക്കി ഇളിക്കുന്നു. ഡോ, തനിക്ക് കുറച്ച് മാറിയുന്നൂടെ? പെണ്ണുങ്ങളുടെ ദേഹത്ത് മുട്ടിയിരുമയാൽ തൃപ്തിയാവും. അത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അയാൾ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വീണ്ടും അവൾ കടക്കാരനോട് വിലപേശി സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലായി. എങ്കിലും ഉള്ളിലൊരു ഭയമുണ്ട്. കാരണം കുറച്ച് നാളുകളായി ആ വൃത്തിയിട്ട മനുഷ്യൻ തന്റെ പിന്നാലെ കൂടിയിട്ട്. ആരാണെന്നറിയില്ല. ഇന്നലെ വീണ്ടുമ്പിൽ അയാളെ കണ്ടിരുന്നു. അയാളുടെ നോട്ടം കണ്ട എന്റെ ഭഗവതി കാത്തോളണേ. ചിന്തയിൽ മുഴുകി മൈഥിലി മുഴുത്ത തക്കാളികൾ ഓരോന്നായി എടുക്കുമ്പോൾ അയാൾ അവളുടെ അരക്കെട്ടിൽ പതിയെ സ്പർശിച്ചു. കോപം കൊണ്ട് ജ്വലിച്ചവളുടെ കൈ അയാളുടെ കരണത്ത് പതിഞ്ഞു. എടി നീ! അവളുടെ കൈകളിൽ ബലമായി പിടിച്ച് അയാൾ അലറി. എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ആരും അയാളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ വരില്ലെന്നറിയാം. അവൾ കയ്യിലുള്ളൊക്കെ താഴെയിട്ട് അയാളെ തള്ളി മാറ്റി എങ്ങോട്ടെന്നറിയാതെ ഓടി. പിന്നാലെ അയാളും. മാർക്കറ്റിലെ ആളുകളെ തള്ളി മാറ്റി ഓടിയവൾ റോഡിലെത്തി. ഇനി എങ്ങോട്ട് ഓടണമെന്നറിയില്ല. വെപ്രാളത്തിൽ മുമ്പിൽ കണ്ടൊരു കാറിൽ കയറിയിരുന്നു. അവളെ തിരഞ്ഞ ആൾ കാറിനരികിലും എത്തി. അപ്പോഴേയും കാർ സ്റ്റാർട്ട് ചെയ്തു. കണ്ണാടിയിൽ കാർ ഓടിക്കുന്ന ആളിന്റെ മുഖം കണ്ടു. ഒരു ചെറുപ്പക്കാരൻ, നന്നായി മദ്യപിച്ചിട്ടുണ്ട്. അത് അയാളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ നിന്നും വ്യക്തമാണ്. എന്റെ ഭഗവതി, പടപേടിച്ച് പന്തളത്തി എന്ന പന്നകുളത്തിപ്പെടാന്ന് മുത്തശ്ശി പറയുന്ന പോലെ ഒരു കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിലും വലുതിന്റെ മുമ്പിൽ ആ തലവെച്ച് ഇതിപ്പോ ഈ ജന്തു എങ്ങോട്ടാ പോണ്? നിർത്താൻ പറയാം. പെട്ടെന്ന് അയാൾക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ, നാറിയടാ. മറുവശത്ത് നിന്ന് എന്തോ പറഞ്ഞതിന് മറുപടിയായി അയാൾ എന്തൊക്കെ പറയുന്നുണ്ട്. അർജുൻ ഉപദേശിക്കാൻ നീ ആരടാ? വെച്ചിട്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ ഫോൺ വെച്ച്. ഇത് വർത്താനത്തിന്റെ വായിന്ന് വരുന്നേ. ഇതിപ്പോ നിർത്താനെങ്ങനെ എന്റെ ഭഗവതി പറയാ? എങ്ങനെയോ ധൈര്യം സംഭരിച്ച അയാൾ വിളിച്ച്. സർ, ഒന്ന് കാർ നിർത്തുവോ? ആളിറങ്ങാനുണ്ട്. നീ പറയുമ്പോ നിർത്തി തരാൻ ഞാൻ ബസ്സല്ല ഓടിക്കുന്നത്. പെട്ടെന്നുള്ള അർജുന്റെ മറുപടി കേട്ടൊന്ന് മൈഥിലി ഞെട്ടി. എന്റെ ഭഗവതി, ഇതിന് വട്ടാണോ? കുറച്ചു കഴിഞ്ഞ് എന്തോ മനസ്സിലായതുപോലെ കാർ നിർത്തി അയാൾ പുറകിലേക്ക് നോക്കി. എന്നെ കണ്ടതും ഉണ്ടക്കണ്ണുരുട്ടി ദേഷ്യത്തിൽ ചോദിച്ചു. ആരടി ചൂല നീ? എന്തിനടിയിൽ വലിഞ്ഞു കയറിയത്? സോറി സർ, ഒരു അബദ്ധം. പറഞ്ഞു തീരും മുന്നേ അയാൾ മലയാളം മുഴുവനും പറഞ്ഞു തീർത്തു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വേഗത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. അയാൾ കാറെടുത്ത് പോയി വളവ് തിരിഞ്ഞപ്പോഴേക്കും വലിയൊരു ശബ്ദം കേട്ടു. മൈഥിലി ഓടിയോടേക്ക് ചെന്നു. എന്റെ ഭഗവതി, പോസ്റ്റിൽ ഇടിച്ചോ? ഇറക്കിയിട്ടത് നന്നായി. അയ്യോ, അയാൾക്ക് എന്തെങ്കിലും? കാറിന്റെ അടുത്തെത്തി ഡോർ നോക്കി അയാൾ വിളിച്ചു നോക്കിയെങ്കിലും ബോധം പോയിരുന്നു. മാത്രമല്ല, നെറ്റിയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട്. വഴിയിലെങ്ങും ആരുമില്ല. പെട്ടെന്നൊരു വണ്ടിയുടെ ശബ്ദം കേട്ട് റോഡിന്റെ നടുവിൽ കയറിയെന്ന് അത് നിർത്തിച്ചു. എന്നിട്ട് അയാൾ അതിൽ കയറ്റി ഞാനും കൂടെ പോയി. ഹോസ്പിറ്റലിലെത്തി അവിടെ എത്തിയിട്ട് തിരിച്ചു വരാമെന്ന് കരുതിയെങ്കിലും മനസ്സനുവദിച്ചില്ല. അയാൾക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ച് ICU മുമ്പിലെ ചെയറിലിരിക്കുമ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് എന്തൊക്കെയോ പേപ്പറുകൾ സൈൻ ചെയ്യണം, ഉടനെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റൊരാൾ വന്നിട്ട് അയാളുടെ ഒരു ചെയിനും വാച്ചും പേഴ്സും തന്നു. ഒപ്പം അയാളുടെ ഫോണും. എന്നോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് വായിൽ ഭാര്യ എന്നാണ് വന്നത്. അർജുൻ, വയസ്സ് 27. എൻ്റെ ഭഗവതി, ആ മുതലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കല്ലേ അറിയും. ഇതിപ്പോൾ ഇയാളുടെ ഫോണ് കയ്യിലുണ്ട്. എങ്ങനെ ആരെങ്കിലും വിളിക്കുന്നത്? ആരെങ്കിലും ഇതിൽ വിളിക്കട്ടെ. മൈഥിലി വീണ്ടും ICU മുമ്പിലെ ചെയറിൽ സ്ഥാനം ഉറപ്പിച്ചു. അപ്പോഴേക്ക് അടുത്ത കുരിശ് പണത്തിന്റെ രൂപത്തിൽ ആൾക്ക് മുമ്പിലെത്തി. മിസ്സിസ് അർജുൻ അല്ലേ? ഓപ്പറേഷൻ മുമ്പ് എമൗണ്ട് 80,000 രൂപ ക്യാഷിൽ അടച്ചോളൂ കേട്ടോ. എമൗണ്ടോ? എൻ്റെ കയ്യിൽ 50 രൂപ ഉണ്ട്. എന്താ ചെയ്യാ? അതെ മാഡം, ഓപ്പറേഷൻ കഴിഞ്ഞ് അയാൾക്ക് ബോധം വന്നിട്ട് അടച്ചാൽ പോരെ? നിങ്ങൾ അയാളുടെ വൈഫല്ലേ? പെട്ടെന്ന് എമൗണ്ട് അടക്കണം. ഓക്കെ മിസ്സിസ് അർജുൻ. അതെ, അതെ, ഞാനെന്ന് കാശ് അടച്ചിട്ട് വരാം. എവിടുന്ന് കിട്ടാനാ ഇത്രയും കാശ് എന്ന് ആലോചിച്ച് കൈയും കോർത്തിരിക്കുമ്പോൾ കയ്യിലെ സ്വർണ്ണവള കണ്ടു. വേറെ വഴിയില്ല. അമ്മ മോഹിച്ച് വാങ്ങിത്തന്ന മാലയും വളയും കമ്മലും പിന്നെ അയാളുടെ പേഴ്സിലുള്ളതും ചെയിനും വിറ്റ് പണം അടച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി പേടിക്കുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോഴാണ് ആ ചൂടന്റെ ഫോണിൽ ആരോ വിളിച്ചത്. അങ്കിളാണെന്ന് പറഞ്ഞ അയാളോട് നടന്നൊക്കെ പറഞ്ഞു. അയാൾ ഫോൺ വെച്ചപ്പോഴാണ് അമ്മയെ ഓർത്ത്. വേഗം ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. ഹലോ അമ്മേ, എവിടെയാണീ മാളു? സമയം 7 കഴിഞ്ഞല്ലോ. എവിടെയാണീ മാളു? സമയം 7 കഴിഞ്ഞല്ലോ. എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ആക്സിഡന്റ്. അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഞാൻ വേഗം അങ്ങോട്ട് വരും. ആണോ? എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാൽ ശരി അമ്മേ, ഫോൺ വെക്കുവാണേ. രാത്രി 9 മണിയായപ്പോൾ ഒരു പ്രായം ചെന്ന ആള് ഏറെ പരിഭ്രാന്തിയോടെ വരുന്ന കണ്ടപ്പോൾ ഉള്ളിൽ ആരോ പറഞ്ഞു അത് ചൂടന്റെ അങ്കിളാണെന്ന്. ഞാൻ അദ്ദേഹത്തിന് അടുത്തു പോയെല്ലാം സംസാരിച്ചു. മനുഷ്യൻ. രാവിലെ അയാൾക്ക് വേണ്ട മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഫോണും കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. നടന്നൊക്കെ സ്വപ്നം പോലെ തോന്നുന്നു. കിട്ടിയ ഓട്ടോയിൽ കയറി വീട്ടിലെത്തി. വീടിന്റെ മുമ്പിൽ പോലീസ് ജീപ്പ്, ആംബുലൻസ്, കൂട്ടത്തോടെ ആളുകൾ. കൈയും കാലും വിറക്കാൻ തുടങ്ങി. നെഞ്ചിരിപ്പ് കൂടി. എന്താ ഉണ്ടായേ? എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും? ഭഗവതി! പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കയ്യിൽ വിലങ്ങുമായി അമ്മയെ അകത്തുനിന്ന് പോലീസ് കൊണ്ടുവരുന്നു. ആംബുലൻസിലേക്ക് ഒരാളുടെ ശരീരം കയറ്റുന്നു. അയാളുടെ മുഖം കണ്ടപ്പോൾ ഒന്നുകൂടി എന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി. ഇന്നലെ എന്നെ ശല്യം ചെയ്ത ആ മനുഷ്യനാണ്. ജീപ്പിലേക്ക് കയറ്റുന്ന അമ്മയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച എന്നെ പോലീസുകാർ പിടിച്ചു മാറ്റി. ഉറക്കെ നിലവിളിച്ച് കരയാനേ കഴിഞ്ഞുള്ളൂ. എന്താ അമ്മയുണ്ടായി? സർ, അമ്മയെ കൊണ്ടുപോലെ. എനിക്ക് വേറെ ആരുമില്ല. പോലെ അമ്മേ. നിറകണ്ണുകളുമായി അമ്മയെ നോക്കി.
കണ്ണിൽ തളം കെട്ടിയ കണ്ണുനീരിൽ ആ മുഖം വ്യക്തമായി കാണാൻ സാധിച്ചില്ല. ജീപ്പിന് പുറകെ ഓടി എന്നെ നിർമ്മലേച്ചി പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി. അവരെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പിന്നെ സങ്കടം കടിച്ചമർത്തി എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു. നിർമ്മലേച്ചി, എന്തുണ്ടായത് രാത്രി കൊണ്ടെല്ലാം? അറിയില്ല മോളെ, രാത്രി വീണ്ടും മുമ്പിൽ എന്തോ വണ്ടിയുണ്ടെന്ന് നാരായണേട്ടൻ പറഞ്ഞിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. എന്താ ഉണ്ടായതെന്ന് എനിക്കും അറിയില്ല മോളെ. രാവിലെ ആ വണ്ടി കണ്ടപ്പോൾ വന്നു നോക്കിയതാ. അമ്മയെ വിളിച്ചിട്ട് കാണാതായപ്പോൾ അകത്ത് നോക്കി. അവിടെ താഴെ അയാൾ ജീവനിലാ കിടക്കുന്നു. അമ്മ പേടിച്ചു വരേണ്ട ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കണ്ണുനീർ തുടച്ച് അമ്മയെ രക്ഷിക്കണമെന്ന് മാത്രമായി ചിന്ത. അമ്മയെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. നടന്നൊക്കെ അമ്മ പറഞ്ഞു. മദ്യപിച്ചു വന്ന അയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അമ്മക്കത് ചെയ്യേണ്ടി വന്നു. ഞാനാണെന്ന് കരുതി മദ്യത്തിന്റെ ലഹരിൽ അയാൾ കിട്ടിയത് അമ്മയായിരുന്നു. പിന്നീടുള്ള നാളുകളിൽ ജോലി പോലും മറന്ന് കോടതി കയറിയിറങ്ങി. വീടിന്റെ ആധാരം പണയം വെച്ച് കേസ് നടത്തി. പക്ഷേ തൂക്കയറിൽ നിന്ന് ജീവപര്യന്തത്തിലെത്തിക്കാനേ കഴിഞ്ഞുള്ളൂ. മഴയത്ത് വീട്ടിൽ കയറി നാളെ പണത്തിനു വേണ്ടി കൊന്നു എന്നൊക്കെയായി. ജീവിതത്തോട് മടുപ്പ് തോന്നി. ഉണ്ടായിരുന്ന ജോലി പോയി. കൂട്ടുകാരുടെ സഹായം കൊണ്ട് ഒരു നല്ല ഷോപ്പിൽ സെയിൽസ് ഗേളായി ജോലി കിട്ടി. അങ്ങനെ ജീവിതം വീണ്ടും മുന്നോട്ട് പോയി. ഇടയ്ക്കെപ്പോഴും ആ ചൂടന്റെ ഓർമ്മകളും മനസ്സിൽ വന്നിരുന്നു. വീട്ടിൽ ഞാൻ തനിച്ചായപ്പോൾ, നാട്ടിലെ ഞരമ്പ് രോഗികൾക്ക് വീണ്ടും എത്തുമ്പോൾ, വികാരമുണർത്താൻ ഒരു കാരണമായപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റി. ഒരിക്കൽ പ്രതീക്ഷിക്കാതെ കടയിലേക്ക് ആ ചൂടൻ വന്നു. ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തിന് ശേഷം കാണുന്നു. പക്ഷെ ആ മുഖം ഇന്നലെ കണ്ട പോലെ മനസ്സിലുണ്ട്. എന്നെ നേരെയുള്ള വരവ് കണ്ടപ്പോൾ ഒരുപാട് ലഡു ഒരുമിച്ച് പൊട്ടി. എന്നാൽ എനിക്ക് പുറകിൽ ഭംഗിയായി നിരത്തി വെച്ച സാരികളൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അതെടുക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ച് കാണിച്ചു. ഇതാണ് സാർ? അതെ, ആ ബ്ലൂ കളർ തന്നെ. ആർക്കാണ് സാർ? അമ്മയ്ക്കാണോ? അതൊക്കെ അറിഞ്ഞാൽ എടുത്തിടാൻ പറ്റുള്ളൂ. സോറി സാർ. ഈ ജന്തുവിനെ ആളെ രക്ഷിച്ച്. ഇത് ബാക്ക് ചെയ്തോളൂ. ഞാൻ വീണ്ടും ഭംഗിയായി വിളിച്ച് കാണിച്ചിട്ട് അത് ബില്ലിംഗ് സെക്ഷനിൽ കൊടുത്തു. എന്നെ നോക്കുകൂടി ചെയ്യാതെ ആ ചൂടൻ പോയി. പിന്നീട് എപ്പോഴും പല സ്ഥലങ്ങളുമായി ആ മുഖം കണ്ടു. ഒരിക്കൽ ഹോസ്റ്റലിന് മുമ്പിൽ ഏതോ പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് ഞാൻ തല പെട്ടെന്ന് വെട്ടിച്ച് ഹോസ്റ്റലിൽ കയറിപ്പോയി. അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു. അയാളോട് എനിക്ക് എന്താ? ആരോട് ഞാൻ സംസാരിച്ചോട്ടെ? എനിക്കെന്താ? അയാൾ എൻ്റെ ആരാ? ആലോചനയ്ക്ക് വിട കൊടുത്ത് എപ്പോഴോ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പതിയെ പോലെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി ഷോപ്പിലേക്ക് നടക്കുമ്പോൾ മുമ്പിലൊരു കാറ് വന്ന് നിർത്തി. പുറകോട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ട് ഓടിച്ച ആളെ നേരെ പോയി മനസ്സിൽ കൂട്ടിവെച്ച തെറിയൊക്കെ ആ മുഖം കണ്ടപ്പോൾ മാഞ്ഞുപോയി. ചൂടൻ എന്നെ നോക്കിയിട്ട് കയറാൻ പറഞ്ഞു. പെട്ടെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഞാനൊന്നും നോക്കാൻ കയറിയിരുന്നു. നിന്റെ പേരെന്താടി? മൈഥിലി. ഞാൻ കാറി കയറാൻ പറയുമ്പോൾ നീ എന്തിനാടി ചാടി കയറി? നിനക്കെന്നറിയോ? അത് ഇല്ല, പക്ഷെ ഞാൻ വാക്കുകൾക്ക് തപ്പിത്തരയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മിണ്ടാതിരുന്നത്. പിന്നെ അയാൾ വണ്ടി നിർത്തിയപ്പോഴാണ് മിണ്ടിയത്. നീ ഇവിടെയല്ലേ ജോലിന്ന് ഇറങ്ങിയോ? മറ്റൊന്നും പറയാതെ ഞാൻ ഇറങ്ങി. അയാൾക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാ ജാട തെണ്ടി. ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അയാൾ മുമ്പിൽ തന്നെ ഉണ്ട് കാറുമായി. കയറാൻ പറഞ്ഞപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ബലമായി പിടിച്ച് ആ ചൂടൻ കാറിലിരുത്തി. ഞാനൊന്നും മിണ്ടാതിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ മിണ്ടി തുടങ്ങി. നീ എന്നാടി മിണ്ടാത്തേ? അതെ സാർ, എന്നെ ഡി എന്ന് വിളിക്കാൻ ഞാൻ നിങ്ങളുടെ കെട്ടിയോളൊന്നല്ലല്ലോ. എൻ്റെ പേര് മൈഥിലി, അങ്ങനെ വിളിച്ചാൽ മതി. ഒന്ന് പോടി. നീ പോടാ. ഞാൻ മുഖം വീർപ്പിച്ച് സൈഡിലേക്ക് തിരിഞ്ഞിരുന്നു. നിനക്ക് കോഫി വേണോ? എനിക്കൊന്നും വേണ്ട. തനിക്കെന്താ വേണ്ടത്? ഞാനത് പറഞ്ഞപ്പോൾ ഗൗരവം നിറഞ്ഞ മുഖത്ത് ആദ്യമായി ഒരു ചിരിയേണ്ട പോലെ തോന്നി. അയാൾ ഒരു കോഫി ഷോപ്പിന് മുമ്പിൽ നിർത്തി. എന്നോട് ഇറങ്ങാൻ പറഞ്ഞ് ഒരു ടേബിളിന് മുമ്പിൽ ഞങ്ങൾ ഇരുന്നു. അയാൾ 2 കോഫി ഓർഡർ ചെയ്തു. നീ എന്താണ് മിണ്ടാത്തത്? എന്നെ ഡി എന്ന് വിളിക്കരുത് പറഞ്ഞില്ലേ? നീ പെണ്ണല്ലേ, അപ്പോൾ ഡി എന്ന് ഞാൻ വിളിക്കും. അതിന് മറുപടി പറയും മുമ്പേ എനിക്കൊരു കവർ നീട്ടി തന്നു. എന്താ ഇത്? നിനക്കുള്ള പേടിക്കണ്ട, ബോംബൊന്നുമില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തിലും നോക്കി. ഭയം കൊണ്ട് ഞാനത് വാങ്ങി കയ്യിൽ പിടിച്ചു. എന്നാ നമുക്ക് പോവാം. തിരിച്ച് കാറിൽ കയറി ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി അയാൾ പറഞ്ഞു. നാളെ അമ്പലത്തിൽ വരുമ്പോൾ അതിലുള്ള സാരി എടുക്കണം. പറ്റില്ല, എനിക്ക് ഷോപ്പിൽ പോവുള്ളതാ. ഞങ്ങൾക്ക് വേറെ സാരി ഉണ്ട്. അയാളൊന്നും പറയാൻ കാറ് നിർത്തി എന്നെ ഇറക്കിയിട്ട് പോയി. ഞാൻ മുറിയിലെത്തി കവർ തുറന്ന് നോക്കി. അയാൾ രാവിലെ വാങ്ങിയ നീല സാരി. രാവിലെ ആകുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. നേരത്തെ എണീറ്റ് കുളിച്ചൊരുങ്ങി നീല സാരിയും എടുത്ത് അമ്പലത്തിൽ പോയി. എനിക്ക് മുമ്പേ അയാൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തേക്ക് വേണം, വാ കയറി തൊഴുതിട്ട് വരാം. നീ ചെൽ, ഞാനില്ല. അയാളെ നിർബന്ധിക്കാൻ ഞാൻ തൊഴാൻ കയറി. തൊഴുതു വലം വയ്ക്കാൻ തിരിയുമ്പോൾ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ. അമ്പലത്തിലാണെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് അമ്മ കയ്യിൽ പിടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വലം വെച്ച് തൊഴുതു. അമ്മ എന്നെ അർജുൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇരുകരങ്ങൾ കൂപ്പി തൊഴുന്ന് കണ്ടപ്പോഴെല്ലാം മനസ്സിലായി. അമ്മയുടെ കൈകൾ പിടിച്ചിട്ട് ചൂടൻ പറഞ്ഞു. അമ്മയുടെ മകള് കാരണ ഇന്ന് ഞാൻ അതിന് പകരം വെക്കാൻ. അമ്മ കയറിയിരിക്കും, നീ കയറിക്കും. ഹോസ്റ്റലിൽ നിന്ന് ബാഗ് എടുത്തോ, ഇനി വീട്ടിലേക്ക് പോവാം, ഇല്ലെങ്കിൽ നിന്റെ അമ്മ തനിച്ചാവും. ഹോസ്റ്റലിലെത്തി എല്ലായിടത്തും അമ്മയ്ക്കൊപ്പം വീട്ടിലെത്തി. തിരിച്ചു പോകുമ്പോൾ ഞാൻ അയാളെ വിളിച്ചു. ചൂടാ ഒന്ന് ഇന്നേ. ചൂട് നിന്റെ കെട്ടിയോൻ എന്നാടി. താങ്ക് യു. ഒന്നും പറയാതെ അയാൾ പോയി. കളഞ്ഞു പോയെന്ന് ഞാൻ കരുതിയ സന്തോഷം തിരികെ കിട്ടി. പക്ഷേ പിന്നീട് ചൂടനെ മാത്രം കണ്ടില്ല. എന്നും കണ്ണുകൾ തിരഞ്ഞെങ്കിലും കണ്ടില്ല. ഒരിക്കൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ നിറഞ്ഞ ചിരിയോടെ അയാളുടെ അടുത്തേക്ക് പോയപ്പോൾ
എന്നാൽ ശരി അമ്മയെ, ഞാൻ പോണു എന്ന് പറഞ്ഞിറങ്ങി. അമ്മയുടെ കയ്യിലെ പണയപ്പെടുത്തിയ ആധാരം കണ്ടപ്പോൾ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി. ഞാൻ പടിയിറങ്ങി അയാളെ വിളിച്ചു. ഡാ ചൂടാ, ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാൾ തിരിഞ്ഞെനിക്ക് അഭിമുഖമായി നിന്നു. എന്താടി, പറഞ്ഞു തൊലക്ക്. പെട്ടെന്ന് വാക്കുകൾ പുറത്തു വരാതെ ഞാനെന്ന് അയാളെ നോക്കി നിന്നു. എന്താണ് മിണ്ടാത്തെ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അത് എനിക്ക് ഇഷ്ടമായി ചൂടനെ. ഇനി ഞാൻ പോട്ടെ, അവളുടെ ഒരു ഇഷ്ടം. ഓടി. തിരിച്ച് വീട്ടിലേക്ക് നിറകണ്ണുകളോടെ നടക്കുമ്പോൾ എന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ചൂടൻ ചിരിക്കുന്നുണ്ട്. എന്നെ പിടിച്ച് ആ നെഞ്ചോട് അടുപ്പിച്ചു. എടി മനമാക്കി, നിന്റെ ഭാര്യയല്ലേ? ഹോസ്പിറ്റലിൽ ചോദിച്ചിരുന്നു ഭാര്യയോടെ പോയെന്ന്. എടി പുള്ളേ, ഇനി കണ്ണങ്ങാൻ നിറഞ്ഞാ എന്റെ സ്വഭാവം മാറും. സോറി സർ. ഓടി. പെട്ടെന്നുള്ള അമ്മയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പറയാൻ മാത്രം ബന്ധുക്കളാരുമില്ല. ആകെയുള്ള അന്ന് ഹോസ്പിറ്റൽ കണ്ട അങ്കിളാ, വീട്ടിലെ വേലക്കാരനാ. പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അന്ന് ഒരുപാട് കുടിച്ചു. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ വണ്ടിയിൽ നിന്നും ബോധം വന്നപ്പോൾ എന്റെ മുഖത്ത് ചുറ്റി വീണ നിന്റെ കണ്ണീര് എനിക്ക് വേണ്ടി നിന്റെ ഈ കണ്ണു നിറഞ്ഞപ്പോ അന്ന് മനസ്സിൽ വരച്ചിട്ടായ മുഖം. കേടോടി മിസ്സിസ് അർജുൻ. അമ്മ ഞങ്ങളെ കണ്ട് ശബ്ദം ഉയർത്തി പറഞ്ഞു. മാളു, മഴ പെയ്യെന്ന് തോന്നണു, അകത്തേക്കായിരിക്കും. നീ മാത്രല്ല, മോനോട് കൂടിയാ. ചമ്മിയ ഭാഗത്തിൽ അർജുനൊന്ന് ചിരിച്ചു. ഞാനും. നാളുകൾക്ക് ശേഷം എന്റെ ചൂടന്റെ താലി കഴുത്തിലണിയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത സുരക്ഷിതത്വം എനിക്ക് കിട്ടിയതുപോലെ. ആളൊരു ചൂടനെയല്ലേ കേട്ടോ.